പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് ടൈനി ജെയിംസ്. ഞാൻ ചേരാനല്ലൂർ ഇടവകയിൽ നിന്ന് വരുന്നു. എൻ്റെ ഭർത്താവ് ജെയിംസ്, മകൾ നിലീന ജെയിംസ്, മകൻ നോയൽ ജെയിംസ്. ഞാൻ 2021 ഡിസംബർ 4 തീയതിയാണ് ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് തന്നെ ഞാൻ ഈ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരുങ്ങിയിരുന്നു. പ്രഭാത പ്രാർത്ഥനയ്ക്കായി എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നത് കൊണ്ട് ഞാൻ 6 മാസം മുൻപ് തന്നെ 3 മണിക്കുണർന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഉടമ്പടി പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലാൻ തുടങ്ങി. 1 മണിക്കൂർ പ്രാർത്ഥിക്കുമായിരുന്നു. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ചിരുന്നു. എൻ്റെ ഉടമ്പടിയുടെ ദിവസം തന്നെ ഉടമ്പടിയുടെ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ അച്ഛൻ്റെ കൈവയ്പ്പ് ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇവിടെ വന്നു. എൻ്റെ ഭർത്താവിന് 2 വർഷം മുൻപ് ഒരു ആക്സിഡൻ്റ് ഉണ്ടായിരുന്നു. അന്ന് ഷോൾഡറിനൊരു സർജറി ചെയ്തതിന് ശേഷം ഷോൾഡറിൻ്റെ എല്ല് ഉന്തി വരുമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ തെന്നി മാറുമ്പോൾ അദ്ദേഹത്തിന് വളരെ വേദനയുണ്ടായിരുന്നു. അച്ഛൻ്റെ കൈവയ്പ്പ് ശുശ്രൂഷയിലൂടെ അന്ന് തന്നെ പിന്നീട് ഒരിക്കലും ആ എല്ല് തെന്നി മാറുകയോ വേദന ഉണ്ടാവുകയോ ചെയ്തിട്ടില്ല. ഹസ്ബൻഡിന് 34 വർഷം മുൻപുണ്ടായിരുന്ന സ്ഥിരമായി മരുന്ന് ഉപയോഗിച്ചിരുന്നു, മൈഗ്രെയിൻ, തലവേദന. അതോടെ മാറിക്കിട്ടി. അന്ന് ഞങ്ങൾ വിശുദ്ധ തൈലവും വിശുദ്ധ വസ്തുക്കളായ ഉപ്പും തൈലവും ഉപയോഗിച്ചിരുന്നു. അതുമൂലമാണ് ആ മൈഗ്രെയിൻ എന്ന അസുഖം മാറിക്കിട്ടിയത്. സ്ഥിരമായി മൂക്കടപ്പുണ്ടാകുമായിരുന്നു, അത് മാറിക്കിട്ടി. ഉടമ്പടിയെടുത്ത് ഞാൻ ചെന്നതിന് ശേഷം എൻ്റെ കാലിൽ 4 വർഷമായി എക്സിമ എന്നൊരസുഖമുണ്ടായിരുന്നു. അത് മാറില്ല എന്ന് ഡോക്ടർ പറഞ്ഞിരുന്നതാണ്. കാലിൻ്റെ അടിയിൽ കുമിളകൾ പോലെ വന്ന് പൊട്ടി വെള്ളം ഒഴുക്കുന്ന അസുഖമായിരുന്നു അത്. വളരെ വൃത്തിഹീനമായിരുന്നു എൻ്റെ കാലുകൾ കാണാനായിട്ട്. ആ ഉടമ്പടി സന്ധ്യപ്രാർത്ഥനയ്ക്ക് ശേഷം ഞാൻ ഉടമ്പടി തൈലം തേച്ച് ഒരിക്കലും ഞാനത് മാറണമെന്ന് പ്രാർത്ഥിച്ചിട്ടില്ല. കാരണം എനിക്ക് ഒരുപാട് വേറെ നിയോഗങ്ങളുണ്ടായിരുന്നു. ആദ്യത്തെ ആഴ്ച തന്നെ എൻ്റെ കാലിൽ ആ തൈലം പുരട്ടിയ നിമിഷം മുതൽ എൻ്റെ അസുഖം മാറിക്കിട്ടി. ഒരാഴ്ച കഴിയുമ്പോഴാണ് ഞാൻ അറിയുന്നത് എൻ്റെ കാലിലെ അസുഖങ്ങൾ മാറി എന്നുള്ളത് തിരിച്ചറിയാൻ എനിക്ക് സാധിച്ചത്. ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ആ മരുന്ന് പുരട്ടാൻ മറന്നു പോകുമായിരുന്നു. അമ്മയും തിരുക്കുമാരനും എനിക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ 30 വർഷമായി ഞാൻ തുമ്മൽ എന്ന അലർജി മൂലമുള്ള അസുഖം, ഞാൻ കണ്ണു തുറന്നാൽ തുമ്മിക്കൊണ്ടാണ് എഴുന്നേൽക്കുന്നത്. മൂക്കിൽ നിന്നിങ്ങനെ എപ്പോഴും ഒലിച്ചുകൊണ്ടേയിരിക്കും. 3-4 കർച്ചീഫ് എനിക്കൊരു ദിവസം വേണമായിരുന്നു. ഈ വിശുദ്ധ തൈലം ശിരസിൽ പുരട്ടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി 30 വർഷമായി എനിക്കുണ്ടായിരുന്ന ആ അലർജി എന്നിൽ നിന്ന് മാറിക്കിട്ടി. അമ്മയ്ക്കും തിരുക്കുമാരനും ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. എനിക്ക് ഒരു ഭവനം വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. എൻ്റെ ഉണ്ടായിരുന്ന ഭവനത്തിന് സ്ഥലപരിമിതി ഉണ്ടായിരുന്നു. ഒരു നല്ല ഭവനത്തിന് വേണ്ടി ഞാൻ ആഗ്രഹിച്ച് ഉടമ്പടിയിൽ ഞാൻ നിയോഗം വെച്ചിരുന്നു. ഡിസംബർ 4 തീയതിയാണ് ഞാൻ ഉടമ്പടി എടുത്തതെങ്കിൽ അടുത്ത ഫെബ്രുവരി 10 തീയതി എൻ്റെ വീടിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. കാരണം എനിക്ക് വീട് പുതുക്കി പണിയാനുള്ള എല്ലാ സാഹചര്യങ്ങളും മാതാവ് എനിക്ക് ഒരുക്കി തന്നു. എനിക്ക് താമസിക്കുന്നതിന് വേണ്ടി എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ഒരു ഭവനം, വാടക കൊടുക്കാതെ താമസിക്കാൻ അമ്മ മാതാവ് എനിക്ക് ഇടം നൽകിക്കൊണ്ട് എന്നെ അനുഗ്രഹിച്ചു. പുരപണി തുടങ്ങി. കറക്റ്റ് ഫെബ്രുവരി 10 തീയതിയാണ് ഞങ്ങൾ വീട് മാറി താമസിച്ചത്. മാർച്ച് 2 തീയതി മാർച്ച് മാസം പണി തുടങ്ങിയെങ്കിലും പിറ്റേ ഫെബ്രുവരി 10 മുൻപ് താമസിക്കണമെന്ന് ഞാൻ മാതാവിനോട് ഒരു ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. അമ്മേ മാതാവേ, ഞാൻ 10 തീയതിയാണ് എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. എനിക്ക് അടുത്ത ഫെബ്രുവരി 5 തീയതി എനിക്ക് താമസിക്കണമെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു. അമ്മ എനിക്ക് കറക്റ്റായിട്ട് ഫെബ്രുവരി 5 തീയതി തന്നെ താമസിക്കാൻ 1 വർഷം കൊണ്ട് എല്ലാ സൗകര്യങ്ങളോടും കൂടിയ നല്ലൊരു ഭവനം നൽകി അമ്മ മാതാവ് എന്നെയും എൻ്റെ കുടുംബത്തെയും അനുഗ്രഹിച്ചു. അമ്മയ്ക്കും തിരുക്കുമാരൻ ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ മകൾ ഡിഗ്രിക്ക് ഒരു പേപ്പറിന് ഫെയിലായി. അവളത് സപ്ലി എഴുതി. പക്ഷേ അവൾ വീണ്ടും 1 മാർക്കിന് ഫെയിലായി. ഞാൻ ഉടമ്പടിയിൽ നിയോഗം വെച്ചിട്ട് മോളോട് പറഞ്ഞു, മോളെ നീ ഇനി റീവാലുവേഷന് കൊടുത്താൽ മതി, എക്സാമിന് എഴുതണ്ട. അമ്മ മാതാവ് അനുഗ്രഹിച്ച് അവൾ റീവാലുവേഷന് കൊടുത്തപ്പോൾ അവളതിന് പാസ്സായി. അവൾക്ക് അസിഡിറ്റി എന്ന അസുഖമുണ്ടായിരുന്നു. ഞാൻ എല്ലാ ദിവസവും ഉടമ്പടി തൈലം വയറ്റത്ത് പുരട്ടി കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അവളുടെ അസിഡിറ്റി മാറിക്കിട്ടി. എൻ്റെ മക്കളെന്നും പുറത്തേക്ക് പോകുമ്പോൾ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, അമ്മ മാതാവേ, അമ്മയുടെ നീലാങ്കിക്കുള്ളിൽ അവരെ പൊതിഞ്ഞ് സൂക്ഷിക്കണമേ എന്ന്. ഒരു ദിവസം 2 പ്രാവശ്യം അവൾക്ക് വണ്ടി ആക്സിഡൻ്റ് ഉണ്ടായി. 2 പ്രാവശ്യവും അവൾക്ക് ഫ്രാക്ചറൊന്നും കൂടാതെ അവളെ മാതാവ് കാത്തു സൂക്ഷിച്ചു. അതെല്ലാം അമ്മയുടെ അനുഗ്രഹം കൊണ്ട് ഒന്ന് മാത്രമാണെന്ന് ഞാൻ ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് അമ്മയ്ക്കും തിരുക്കുമാരനും ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ മകൻ 10th പഠിക്കുമ്പോൾ പഠിക്കാൻ വളരെ മോശമായിരുന്നു. അവന് എക്സാമിൽ എല്ലാത്തിനും വളരെ കുറവ് മാർക്കുകളാണ് ഉണ്ടായിരുന്നത്.
ഞാൻ അവന് വേണ്ടി എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. എല്ലാ ദിവസവും ഉടമ്പടി തൈലം നെറ്റത്ത് തേച്ച് പ്രാർത്ഥിക്കും. എക്സാമിന് പോകുമ്പോൾ ഞാൻ ഉടമ്പടി തൈലം പുരട്ടി കൊടുക്കുകയും ഉടമ്പടി കാശുരൂപം പോക്കറ്റിൽ കുത്തി കൊടുക്കുകയും ചെയ്യും. എന്നിട്ട് അവൻ എക്സാമിന് പോകുന്ന സമയത്ത് ഞാൻ മുട്ടിൽ നിന്ന് ജപമാല ചൊല്ലും. അവൻ്റെ എക്സാം സ്റ്റാർട്ട് ചെയ്ത് കഴിയുന്ന സമയത്ത് മാത്രമാണ് ഞാൻ ജപമാല തീർക്കുകയുള്ളൂ. അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എൻ്റെ മകന് 10th 92% മാർക്ക് നൽകി അമ്മ മാതാവ് അവനെ അനുഗ്രഹിച്ചു. അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനകോടി നന്ദി പറയുന്നു. ഇന്ന് അവൻ BCAക്ക് പഠിക്കുന്നു. അമ്മ എനിക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ കോടാനകോടി നന്ദി പറയുന്നതോടൊപ്പം അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി പറയുന്നതോടൊപ്പം എനിക്കും മറ്റുള്ളവർക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങളെന്ന് പറഞ്ഞാൽ എല്ലാ മാസത്തിൻ്റെയും 1-ാം തീയതി ഹസ്ബൻഡ് ഇവിടെ വന്ന് പത്രം വാങ്ങിക്കും. അത് ചിലപ്പോൾ 5 കെട്ട് 10 കെട്ട്, ചിലപ്പോൾ ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ അതില്ലാത്ത പോലെ 1-2 കെട്ട് പത്രം വാങ്ങിച്ച് ബസ് സ്റ്റാൻഡുകളിലും ഓട്ടോ സ്റ്റാൻഡുകളിലും വീടുകൾ തോറും കടകൾ തോറും കയറിയിറങ്ങി ഞങ്ങൾ കൊടുക്കാറുണ്ട്. എനിക്കൊരു ചെറിയ ഷോപ്പാണ്. ഷോപ്പിൽ ഞാൻ കുറച്ച് പത്രം കൊണ്ടുവയ്ക്കും. അവിടെ ഇരുന്ന കസ്റ്റമേഴ്സിനോട് എനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെക്കുറിച്ച് ഞാൻ പറയാറുണ്ട്. ഞങ്ങളുടെ ഉടമ്പടി ഞങ്ങൾ പറഞ്ഞതനുസരിച്ച് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് കുറച്ച് പേരുണ്ട്. അവർക്ക് ആവശ്യമായ പത്രങ്ങളും ചേട്ടൻ വാങ്ങിച്ചുകൊണ്ട് വരും. അവർ പൈസ തരും, ഞങ്ങൾ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കും. സാക്ഷ്യങ്ങളും പിന്നെ ഇവിടുത്തെ ഉടമ്പടി ധ്യാനവും എല്ലാവർക്കും ഷെയർ ചെയ്യുകയും സ്റ്റാറ്റസ് ഇടുകയും ചെയ്യും. ഉടമ്പടി ധ്യാനം ചൊവ്വാഴ്ചകളിൽ തന്നെ കൃത്യമായി കൂടാനായിട്ട് ഞങ്ങൾ ശ്രമിക്കാറുണ്ട്. ഞങ്ങൾ സന്ധ്യപ്രാർത്ഥനകളെല്ലാം കൃത്യമായിട്ട് ചൊല്ലും. ഒരു ദിവസം പോലും ഞങ്ങൾ മുടക്കാറില്ല. ഡെയിലി ബ്രെഡും സന്ധ്യപ്രാർത്ഥനയും ഞങ്ങൾ കറക്റ്റായിട്ട് ചെല്ലാറുണ്ട്. എല്ലാ ദിവസവും 2 മണിക്കൂർ ബൈബിൾ വായിക്കാറുണ്ട്. ഞാനും എൻ്റെ കുടുംബവും എല്ലാ ദിവസവും ഉടമ്പടി എടുത്തതിന് ശേഷമാണ് എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകാൻ തുടങ്ങിയത്. 2 ആഴ്ച കൂടുമ്പോൾ ഞങ്ങൾ കുമ്പസാരിക്കും. എല്ലാ ദിവസവും കുർബാന സ്വീകരിക്കും. ഇതാണ് ഞങ്ങളുടെ ഡെയിലിയുള്ള ഉടമ്പടി ലഭിച്ചതിന് ശേഷം ഞങ്ങൾക്കുണ്ടായ ആത്മീയമായ ഉണർവ്. ഞങ്ങളുടെ കാരുണ്യ പ്രവൃത്തികളെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചേട്ടൻ എല്ലായ്പ്പോഴും ദശാംശം മാറ്റിവെക്കാറുണ്ട്. ആ ദശാംശം കൂട്ടിവെക്കുന്ന പൈസ കൊണ്ട് ഞങ്ങൾ ഭക്ഷണമുണ്ടാക്കും. ഞാനും ഹസ്ബൻഡും പിള്ളേരും കൂടെ ഭക്ഷണമുണ്ടാക്കി ഞങ്ങൾ ഒരുമിച്ച് പൊതിഞ്ഞ് 30 അതിലധികം പൊതികളായിട്ട് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലും റോഡ് സൈഡിലും കൊണ്ടുപോയി കൊടുക്കും. പിന്നെ കിഡ്നി പേഷ്യൻസിനും ക്യാൻസർ പേഷ്യൻസിനും ഞങ്ങളുടെ സഹായം ആവശ്യമാണെന്ന് ഞങ്ങൾക്ക് തോന്നുന്നവർക്ക് ഞങ്ങളെക്കൊണ്ട് കഴിയുന്ന വിധത്തിൽ ഞങ്ങൾ സഹായിക്കാറുണ്ട്. ഇതെല്ലാമാണ് ഞങ്ങളുടെ കാരുണ്യ പ്രവൃത്തികൾ. അമ്മയും തിരുക്കുമാരനും ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. ഞങ്ങൾക്ക് തന്നതും തരാനിരിക്കുന്നതുമായ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ പ്രാർത്ഥിച്ച മറ്റുള്ളവർക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾക്കും എല്ലാത്തിനും വേണ്ടി ഒരിക്കൽ കൂടി പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ചുരുക്കുന്നു. എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി ഞാൻ പറയുന്നു. എൻ്റെ ഇത്രയും 34 വർഷം ആയിരുന്ന മൈഗ്രെയിൻ മാറ്റി തന്നതിനോർത്തും അതേപോലെ എൻ്റെ ദിനചരി ഒരാഴ്ചയിൽ ഒരു 3 ദിവസമെങ്കിലും ഞാൻ ഗുളിക കഴിക്കുമായിരുന്നു. അത് പല വിധത്തിലുള്ള സ്ട്രോങ് കൂടിയ ഗുളികയാണ് ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത് വെച്ചത്. അതിൽ നിന്നെല്ലാം എനിക്ക് മോചനം, ആ സൗഖ്യം തന്നതിനോർത്ത് ഞാൻ അമ്മയ്ക്കും തിരുക്കുമാരനും ഒരുപാട് നന്ദി പറയുന്നു. ഇതുവരെ എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും മാതാവിനും യേശുവിനും 1000 നന്ദി പറയുന്നു. സങ്കീർത്തനം 107:20 അവിടുന്ന് തൻ്റെ വചനമയച്ച് അവരെ സൗഖ്യമാക്കി വിനാശത്തിൽ നിന്ന് വിടിവിച്ചു. യേശുവിൽ പ്രിയമുള്ളവരെ, ഇന്ന് പരിശുദ്ധ വ്യാകുലമാതാവിൻ്റെ തിരുനാൾ ആശംസകൾ നിങ്ങളെല്ലാവരെയും അറിയിക്കുകയാണ്. സഭ ഇന്ന് വ്യാകുലമാതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുകയാണ്. 3 വർഷക്കാലം ഈശോയുടെ കൂടെ നടന്ന് എല്ലാ വേദനകളും ഈശോ ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട്, പരിശുദ്ധമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് വ്യാകുലമാതാവാകുകയാണ്. അങ്ങനെ ധൈര്യത്തോടുകൂടി ഈശോയുടെ കുരിശിൻ ചുവട്ടിൽ നിൽക്കുമ്പോൾ ഈശോ ശിഷ്യനെ വിളിച്ചിട്ട് പറയുകയാണ്, തൻ്റെ പ്രിയ ശിഷ്യനോട് പറയുകയാണ്, ഇതാ നിൻ്റെ അമ്മ. അമ്മയോട് പറഞ്ഞു, സ്ത്രീയെ ഇതാ നിൻ്റെ മകൻ. വ്യാകുലം നിറഞ്ഞ അമ്മയുടെ ഹൃദയത്തിലേക്ക് പരിശുദ്ധാത്മാവ് അയക്കുകയാണ്. അമ്മ വഴിയാണ് നമ്മൾക്കെല്ലാവർക്കും പരിശുദ്ധാത്മാവിനെ നൽകുന്നത്. അമ്മ സെഹ്യോനൂട്ടുശാലയിൽ ധ്യാനിച്ച് എല്ലാവരെയും പരിശുദ്ധാത്മാവിനാൽ നിറച്ചു.
ഈ അമ്മയുടെ തിരുനാളിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഈ ടൈനി ജെയിംസ് ചേരാനല്ലൂറിൻ്റെ സാക്ഷ്യം അവർ പറയുന്നത് അച്ഛൻ്റെയും അമ്മയുടെയും രോഗസൗഖ്യങ്ങൾ, മക്കളുടെ വിദ്യാഭ്യാസം, മോളുടെ വിദ്യാഭ്യാസവും രോഗവും, വീടില്ലാത്ത അവസ്ഥകൾ, കാരുണ്യപ്രവൃത്തിയും പ്രേക്ഷിത പ്രവർത്തനവും, ഇതാണ് അവരുടെ സാക്ഷ്യം പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട അൾത്താരയിൽ പങ്കുവച്ചത്. 34 വർഷവും 30 വർഷവും 4 വർഷമൊക്കെ ഇവർ രോഗാവസ്ഥയിലായിരുന്നു. അവിടെയെല്ലാം അവർക്ക് താങ്ങും തണലുമായി പരിശുദ്ധ അമ്മ കൂടെ നടക്കുകയാണ്. എല്ലാം അമ്മയോട് പറയുകയാണ്. അങ്ങനെ അതിനുശേഷം മോൻ പഠനത്തിൽ വളരെ മോശമായിരുന്നു. അതിൽ നിന്ന് അവനെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ അവൻ പരീക്ഷയ്ക്ക് പോകുമ്പോൾ അമ്മ ഇരുന്ന് മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ അവനെ പരിശുദ്ധ അമ്മ പരിശുദ്ധാത്മാവിനെ നൽകി അവനെ വിദ്യാർത്ഥിയെ വിജയിപ്പിക്കുകയാണ്. അതിനുശേഷം മോൾക്ക് വയറ്റിലുണ്ടായിരുന്ന രോഗാവസ്ഥയിൽ ഉടമ്പടി തൈലത്തിൻ്റെ ഉപയോഗം മൂലം അത് സൗഖ്യപ്പെട്ടു. പിന്നീട് അവർക്കൊരു വീടില്ലാത്ത അവസ്ഥയിൽ അമ്മയോട് ഡേറ്റ് ഇട്ടൊരു കാര്യം പറയുകയാണ്. അമ്മ, ഈ ഡേറ്റിൽ എനിക്ക് വീട് വേണം, വീട് തന്നെന്നെ അനുഗ്രഹിക്കണമേ അമ്മയെന്ന്. ആ വീട് വയ്ക്കുന്നത് വരെ യാതൊരു പൈസയും മേടിക്കാതെ പരിശുദ്ധമ്മ അവർക്കൊരു വീട് നൽകി. ബന്ധുവായ ഒരു സഹോദരൻ അവർക്ക് വീട് നൽകി. അവിടെ താമസിക്കുകയാണ് അവർ. ഇതാണ് പരിശുദ്ധമ്മ ഇവർക്ക് നൽകിയ സാക്ഷ്യം. അമ്മ പറയുന്നത്, ജീവിതത്തിൽ നിങ്ങൾക്ക് ദുരിതവും സങ്കടങ്ങളും പ്രയാസങ്ങളൊക്കെ ഉള്ളപ്പോൾ യേശുവിനോട് ചേർന്ന് നിന്ന് ദിവ്യബലിയിലുള്ള പങ്കാളിത്തത്തിൽ തീഷ്ണതയും, പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാൻ പോകുമ്പോൾ ഒരുമിച്ച് 30 പൊതി ചോറുകളൊക്കെ ഉണ്ടാക്കി ഹോസ്പിറ്റലുകളിലും റോഡരികിലുമൊക്കെ എല്ലാം കൊണ്ട് കൊടുക്കുകയാണ്. ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് പ്രവൃത്തിയിലൂടെ. ഇങ്ങനെ പരിശുദ്ധമ്മയെ ഈശോയെ മഹത്വപ്പെടുത്തിയപ്പോൾ ഈശോ അവർക്ക് കൊടുത്ത വൻ കൃപയ്ക്കായി പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് ഈ സാക്ഷ്യം സമർപ്പിച്ച് കരങ്ങളടിച്ച് നമുക്ക് നന്ദി പറയാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.